മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജഡ്ജിയാണ് ജസ്റ്റിസ് GR സ്വാമിനാഥൻ. RSS, ഹിന്ദു മുന്നണി തുടങ്ങിയ സംഘപരിവാർ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ചില വിധികളും കോടതിക്ക് പുറത്തുള്ള പ്രസംഗങ്ങളിലും ഈ ബന്ധം ഉറപ്പിക്കുന്ന ചില പ്രസ്താവനകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ തിരുപ്പരക്കുണ്ടം കാർത്തിക ദീപം തെളിയിക്കലുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചതോടെയാണ് അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റിന് ഇന്ത്യ സഖ്യം നോട്ടീസ് നൽകിയിരിക്കുന്നത്. മധുരയിലെ തിരുപ്പരക്കുണ്ടം ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി കാർത്തിക ദീപം തെളിയിച്ചിരുന്നത് കുന്നിന് താഴെയുള്ള ഉച്ചിപ്പിള്ളയാർ മണ്ഡപത്തിലായിരുന്നു. എന്നാൽ ഇത്തവണ കുന്നിന് മുകളിലെ ദർഗയ്ക്ക് സമീപമുള്ള ദീപത്തൂണിൽ ദീപം തെളിയിക്കണമെന്ന ആവശ്യവുമായി ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തി. നേരത്തെയും ഈ ആവശ്യമുണ്ടായിരുന്നെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയും തമിഴ്നാട് സർക്കാരും ധാരണയിലെത്തി ഈ പ്രശ്നം പരിഹരിക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ഈ ആവശ്യം ഉന്നയിച്ച് ഹിന്ദു മക്കൾ കക്ഷി എന്ന സംഘടന മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജഡ്ജി ജസ്റ്റിസ് GR സ്വാമിനാഥൻ ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ വിധിക്കെതിരെയാണ് ഇപ്പോൾ DMK ഉൾപ്പെടെയുള്ള കക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ തർക്കത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. എന്നാൽ ഇത്രയും നാൾ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തമിഴ്നാടിന്റെ പ്രത്യേക രാഷ്ട്രീയ സവിശേഷത കാരണം ഈ തർക്കം രമ്യമായി പരിഹരിച്ച് ക്ഷേത്രവും ദർഗയും എല്ലാം സൗഹാർദ്ദാന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഇത്തവണ സംഘപരിവാർ സംഘടനയുടെ ആവശ്യത്തിനൊപ്പം BJP സംസ്ഥാന ഘടകവും കോടതി വിധിയും ചേർന്നപ്പോൾ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. പ്രദേശത്തെ ചില സംഘർഷങ്ങളും ഇതിന്റെ പേരിലുണ്ടായി. ഇതോടെയാണ് ഭരണഘടനയെ മറികടന്ന് ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിധിയാണ് ജഡ്ജിയുടേതെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ജസ്റ്റിസ് സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.